ഒരു കാര്യമില്ലായിരുന്നു. ആവശ്യമില്ലാതെ ഞങ്ങളെ വന്ന് ചൊറിഞ്ഞു. ഞങ്ങൾ നന്നായിട്ടാണ് മാന്തി. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഇദ്ദേഹം പറയുന്നത്. എമ്പുരാൻ പടത്തിനെ കുറിച്ചാണ് പറയുന്നത്. പൃഥ്വിരാജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിലൊക്കെ ഒന്നും ദഹിച്ചിട്ടില്ല ചില ആൾക്കാർക്ക്, ചില സംഖ്യകൾക്ക് ദഹിച്ചിട്ടില്ല. അതിന് കാരണങ്ങൾ അവർ പറയുന്നുണ്ട്, ചില കാരണങ്ങളുണ്ട്. അതൊക്കെ ചർച്ചാ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞു, ഇത് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് പോകുന്ന പടമാണ്. അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇത്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ചില ക്യാരക്ടറും ചില റിയാലിറ്റിയൊക്കെ ഉണ്ട്. അത് മാറും, ഇനി വരുന്ന പടങ്ങളിൽ മാറും, ആ റിയാലിറ്റി ചോദ്യം ചെയ്യപ്പെടും. അതൊക്കെയാണ് ഒരു കഥ മുന്നോട്ട് പോകുന്നതിന്റെ സംഭവം. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിന് പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ചിലവന്മാർക്കില്ല. പിന്നെ അതിനകത്ത് കേരളത്തിന്റെ കാര്യവും ഇന്ത്യയുടെ കാര്യം മാത്രമല്ല പുറത്തുള്ള പല കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നും മനസ്സിലാക്കാനുള്ള കാര്യം അതൊന്നും അത്രയൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായോ? മലയാളി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ആയിട്ടില്ല. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഉള്ള വെച്ച് ചിലക്കുന്നത് നമ്മൾ കാണുന്നത് എന്താണ്, അത് വെച്ചിട്ടാണ് ചിലക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യമുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളുടെ വലിയ ലോകം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ ലോകമാണ്. അതുങ്ങളുടെ എന്താ പറയാ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ BJPക്ക് പച്ച പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ത്യ ഭരിക്കുന്നത് BJP അല്ലേ, കേന്ദ്ര സർക്കാർ. അപ്പൊ അവറ്റുകളുടെ ഏറ്റവും വലിയ സംഭവം അതാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മറ്റേ നിരൂപകൻ, സാമൂഹ്യ നിരൂപകനും ചെറിയ ഹിന്ദുത്വ ചായ്വൊക്കെ ഉള്ള രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് ഇതിന്റെ യഥാർത്ഥ വില്ലൻ നരേന്ദ്രമോദിയാണോ, നരേന്ദ്രമോദിയെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ചില കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. അത് പുള്ളിയുടെ ഒരു അഭിപ്രായം, പുള്ളി വിമർശിക്കുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ ഇവരൊക്കെ കാണുന്ന ഈ നരേന്ദ്രമോദിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ വ്യക്തി പറയുന്നതിനെ കുറിച്ച് ഓരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ ചിരിച്ചിരിച്ച് ചാകാനേ ഉള്ളൂ. കാര്യം വെച്ച് ഇതിനകത്ത് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും വിരോധാഭാസങ്ങളും വിടുപോഴത്തരങ്ങളുമാണ് ഈ വ്യക്തി പറയുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു വരി തగ్గടിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് അവൻ ആരാണ്, അവന്റെ ചിന്ത എന്താണ്, അവന്റെ തലക്കകത്ത് എന്താണ്ടൊക്കെ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഇവന്റെ ഭ്രാന്ത്, ഇവനതൊന്നും അറിയാൻ പാടില്ല. ഇവൻ സിനിമയുടെ കളക്ഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പഠാൻ എന്തൊക്കെ പറയുന്നത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ സംഭവം എന്ന് പറയുന്നത് രാഷ്ട്രീയവും പവറും ഒക്കെ ഉള്ള സ്ഥലത്ത് മറ്റുള്ളവന്റെ തലയെ ചവിട്ടിയാണ് ഒരുത്തൻ കയറിപ്പോകുന്നത്. അപ്പൊ കയറിപ്പോകുന്ന മാത്രമല്ല, ആ പൊക്കത്ത് നിൽക്കാനായിട്ട് അവന് നിൽക്കണം. അവന്റെ കാല് ഒരുത്തന്റെ തലയുടെ പൊക്കത്ത് നിന്നാണ് അവൻ പൊക്കത്ത് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പല കാര്യങ്ങളും ഉണ്ട്, പല മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കഥ എഴുതിയ മുരളി ഗോപി എന്ന് പറയുന്നത് കടുത്ത RSSകാരനാണ്. അപ്പൊ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കഥ എഴുതി? അപ്പൊ അതിനെ ഒന്ന് കണ്ടിട്ടായിരിക്കുമല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ ആയിരിക്കുമല്ലോ അയാൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. കഥ കാണുമ്പോൾ കഥ കാണുക, അതിന്റെ രാഷ്ട്രീയവൽക്കരിക്കരുത്. പിന്നെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതങ്ങനെ അഭിപ്രായമായിട്ട് പറയണം. അതെന്തുകൊണ്ട് അങ്ങനെ കാണിച്ചു, എങ്ങനെ കാണിച്ചില്ല, അതൊരു പോയിന്റാണ്. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ കയറി മാന്തി, ഞങ്ങൾ കയറി തൊലിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലേ നീക്കൊന്നും. എന്ത് കൊലയുണ്ടാക്കാനാണ് നീയൊക്കെ? ഇത് കേൾക്കുന്ന പൊട്ടനാണോ? കേൾക്കുന്നവന് അറിയില്ല നീയൊക്കെ കയറി നമ്പർ അടിക്കാൻ വേണ്ടി ഒന്ന് കാണിക്കണമെന്ന്. അല്ലാണ്ട് നിനക്ക് രാജ്യത്തോടോ പൗരന്മാരോടോ ഒക്കെ വല്ല പ്രതിബദ്ധത ഉണ്ടായിട്ടാണ് ഒരു കാറിന്റെ ഉള്ളിൽ കയറുന്നുണ്ട് ഈ കുണ അടിക്കുന്നത്. ആ കാറിന്റെ ടാക്സ് എങ്കിലും കിട്ടുന്നുണ്ടാടാ നിന്നെ കൊണ്ട് ഗവൺമെന്റിന്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറഞ്ഞത് ഇതിനേക്കാൾ 10 ഇരട്ടി ടാക്സ് കൊടുക്കുന്ന മനുഷ്യനാന്ന് പറഞ്ഞു. പൃഥ്വിരാജിനെ കൊണ്ട് അത്ര ഇൻകം ഉണ്ട് ഗവൺമെന്റ്, മനസ്സിലായോ? പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിനകത്തുനിന്ന് പിന്മാറി. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയത് തന്നെ വലിയ കാര്യങ്ങളുണ്ട്. ഈ ലൈക്കനെ കുറിച്ചൊക്കെ പറയാനായിട്ട് നീയൊക്കെ ആരാടാ? ഒരു കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് തൊല്ലി അടിക്കുന്നവനല്ലേ നീയൊക്കെ? ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി എന്നിട്ട് എന്തെങ്കിലും മൂഞ്ചിയാ, എന്നിട്ട് തിയേറ്ററിൽ ഇറക്കിയില്ലേ, കാശ് ഉണ്ടാക്കിയില്ലേ, കാശ് വാരിയില്ലേ? ഇവിടെ നമ്മളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്, നമ്മളൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ട്, കാശ് ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ നീ പറഞ്ഞ കണക്കൊന്നുമല്ല, നീ സിനിമാക്കാരനല്ല. നിനക്ക് സിനിമയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? നീയാണ് കാശ് ഉണ്ടെന്നത്. അത് 100 കോടി കിട്ടിയ 90 കോടി കിട്ടിയാന്നൊക്കെ പറയണേ നീ ആരാണ്? കാറിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തൊലി അടിക്കുന്നവനല്ലേ? അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇതാണ് സംഭവം. അപ്പൊ ഇന്ത്യയിലായാലും ഇപ്പൊ നരേന്ദ്രമോദി ആയാലും പ്രധാനമന്ത്രിയായി നിൽക്കുമ്പോഴത്തേക്കും നരേന്ദ്രമോദിയുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുത്തിട്ടൊന്നും അല്ല ആരും ഇന്ത്യയിൽ ജീവിക്കുന്നത്. നരേന്ദ്രമോദി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ പിന്നാലെ പല ആൾക്കാരും ഉണ്ട്, മനസ്സിലായ? ഇപ്പൊ കഴിഞ്ഞ ഒരു ചെറിയൊരു ക്ലിപ്പിൽ എവിടെയോ വേണ്ട ഒരു ക്ലിപ്പുണ്ട്. നമ്മുടെ ഈ ബിഗ് ബോസിലൊക്കെ ഇപ്പൊ ഫേമസ് ആയ ഒരു അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് ജോജി ജോർജിനെയൊക്കെ വെച്ചിട്ട്. അഖിൽ മാരാർ അടിച്ചൊരു തഗ്, ഒരു കോമഡി തഗ്ഗാണ്. എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ള കാര്യം, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകളുടെ തീരുമാനം നിർണ്ണയിക്കുന്ന സംഭവമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അത് അഖിൽ മാരാർ പറഞ്ഞൊരു സംഭവമാണ്. കാര്യം ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 70 തെമ്മാടികളുണ്ടെങ്കിൽ ആ 70 തെമ്മാടികളിൽ നിന്ന് എടുത്ത് അവനത് ജയിക്കും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. അതാണ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അത് ശരി തെറ്റുകളുടെ ഒരു ഇതൊന്നുമല്ല. അപ്പൊ ഇന്ത്യയിലുള്ളത് ഭൂരിഭാഗം ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് വെച്ചിട്ടാണ് നരേന്ദ്രമോദി ആയിരിക്കുന്നത്. അല്ലാണ്ട്
ഈ നരേന്ദ്രമോദി കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നായിരിക്കും, ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല. അതിന് നരേന്ദ്രമോദി കളിക്കുന്ന ഒരു തെറുപ്പ് ചീട്ടാണ് ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഉള്ളിലിറങ്ങിയിരിക്കുന്ന ഈ മതം വിറ്റിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നീയും വന്നിരുന്ന് ഇതിനകത്ത് തള്ളിവിടുന്നത്. മറ്റേ ജഗതി പറഞ്ഞ ആ തള്ളിവിട് എന്ന് ആയിരിക്കും മനസ്സിലാവുന്നില്ല. എടാ മോനെ, ഇത് ചക്കവാരി ഇരിക്കണമെന്നുള്ളൂ, തലക്കാത്തൊന്നും ഇല്ലേ എന്റെയൊക്കെ. 2025 ഒരാൾക്കും മനസ്സിലാവുന്നില്ല ഈ തള്ളക്കൊന്നും. ഇങ്ങനെ തള്ളടിക്കുമ്പോൾ ആൾക്കാർ കേട്ടോണ്ടിരിക്കും അല്ലേ. ഞാനിത് മതത്തിന്റെ പേരൊന്നും അല്ലട്ടോ പറയുന്നത്. എന്റെ ഈ താടി കണ്ടിട്ട് ഞാൻ മുസ്ലിം ആണെന്നും വിചാരിക്കണ്ട. ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. പക്ഷെ എനിക്ക് മതവും ജാതിയും അങ്ങനെ ഒന്നും ഇല്ല. സത്യം എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ആ സത്യമാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് പൊക്കത്തിരിക്കുന്നവൻ എന്ത് കാണിച്ചാലും അത് താഴത്തിരിക്കുന്നവനാണ് അനുഭവിക്കുന്നത്. താഴത്തിരിക്കുന്നവന്റെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ടിട്ടാണ് പൊക്കത്തിരിക്കുന്നവൻ അധികാരത്തിൽ നിൽക്കുന്ന അധികാരം പിടിച്ചു നിർത്തുന്നത്. അത് ഇന്ത്യയിലല്ല, വേറെ എവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അധികാരം പിടിച്ചു നിർത്താനായിട്ട് പല കളികളും കളിക്കും. അതിനകത്ത് ഇറക്കി വിടുന്ന സംഭവം മതം, വേറെ പല കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഒന്നും പൊന്നു മോനെ അറിയാൻ പാടില്ല. നീ ആ കാറിന്റെ പുറത്തുനിന്ന് ഇറങ്ങ് അല്ല, കാറിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫ്ലൈറ്റ് പിടിക്കും. എന്നിട്ട് ലോകം ഒന്ന് കറങ്ങി കാണും. നിന്റെയൊക്കെ നരേന്ദ്രമോദി അവിടെ ഭരണത്തിൽ കയറിയപ്പോ തൊട്ട് ഇങ്ങനെ കറങ്ങണല്ല. ഈ നാട് മൊത്തം കറങ്ങുക. ഫ്രാൻസിൽ പോയിട്ട് പുട്ടും കടലയും പട്ടും കടലയൊക്കെ മേടിച്ചിട്ട് എന്ത് കൊണയാടാ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ. ഫ്രാൻസിൽ അവിടെ പോണം, അമേരിക്ക പോണു, വൈറ്റ് ഹൗസിൽ ചെല്ലണം, എന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കണം, എന്താണ്ടൊക്കെ പറയുന്നു. കാനഡയിൽ പോകുന്നു. ഈ യൂറോപ്പിൽ അയാൾ പോകാതെ ഭരണത്തിൽ കയറിയപ്പോൾ അയാൾ ടൂറിന് പോകാൻ വേണ്ടി കയറിയ പോലെയാണ് ഈ ഇന്ത്യക്ക് നരേന്ദ്രമോദി. എന്നിട്ട് പറയുന്നത് എല്ലാ രാജ്യത്തും പോയിട്ട് ചർച്ചകൾ ഉണ്ടാക്കിയിട്ട് തൊലിക്കണമെന്നാണ്. എന്നിട്ട് എന്ത് കൊണയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ? എന്ത് കൊണയാടാ ഉണ്ടാക്കിയിരിക്കുന്നത്? മറ്റ് രാജ്യങ്ങളിൽ ആൾക്കാർക്ക് പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്, മനസ്സിലായ? അത്രയും ഇത് ഇന്ത്യയിൽ കിട്ടുന്നില്ല. ഭരണത്തിൽ കയറിയപ്പോൾ എന്ത് തൊലിയാണ് പറഞ്ഞിട്ട് വെച്ചാൽ എല്ലാവരും അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പുട്ടും കടലയും വന്നേക്കണ്, പഴംപൊരി വന്ന് അക്കൗണ്ടിൽ. എന്നിട്ട് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ് നടക്കണം. കേന്ദ്ര സർക്കാർ എന്ന് ആദ്യമേ കാശ് ബാങ്കി കൊണ്ടുവരാൻ പറയടാ നീയൊക്കെ. ആദ്യം എല്ലാവരുടെ അക്കൗണ്ടിൽ ആ കാശ് കൊണ്ടുവരാൻ വേണ്ടി പറയാം. എന്നിട്ട് തൊലിക്ക് നീയൊക്കെ. വലിയ കേന്ദ്ര സർക്കാരാണ്, മോദിയാണ്, ഹിന്ദുത്വമാണെന്നൊക്കെ പറ. പിന്നെ ഈ പറയുന്നവരെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് രാഷ്ട്രീയം വേറെ മതം വേറെ. ആ മതവികാരം വെച്ചിട്ട് രാഷ്ട്രീയം ഉണ്ടാക്കരുത്. അത് വെച്ചിട്ടാണ് ഈ നരേന്ദ്രമോദിയാനും കയറി ഭരണത്തിൽ കയറിയിരിക്കുന്നത്. മതം വെച്ചിട്ട് രാഷ്ട്രീയം ഉണ്ടാക്കരുത്. നല്ല ചെയ്തിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആണുങ്ങളെ പോലെ പറഞ്ഞു, സമ്മതിക്കാം. അല്ലാണ്ട് ആണുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനകത്തൊരു കൊണയടിക്കരുത് ഇങ്ങനെ, കേട്ടല്ലേ?